Hi dears. നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള റിഗ്രഷൻ അനാലിസിസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. ആൻഡ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും അധികം തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് റിഗ്രഷൻ ലൈൻസ് എന്നുള്ളത്. അതിന്റെ കൂടെ തന്നെ ചോദിക്കാറുള്ളതാണ് നമ്മളെ മീൻ വാല്യൂസ് എക്സ് ബാർ വൈ ബാർ കാണാനുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്മളെ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള R കാണാനുള്ള ക്വസ്റ്റ്യൻ. ഇതെല്ലാം നമുക്ക് എക്സാമിന് വരാറുള്ളതാണ്. ഇനി അല്ലെങ്കിൽ ചോദിക്കുന്നത് ഏതെങ്കിലും എക്സിനോ വൈക്കോ ഏതെങ്കിലും ഒരു വാല്യൂ തന്നിട്ട് മറ്റേ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടിയും ചോദിക്കാറുണ്ട്. സോ ഇതെല്ലാം ചേർത്ത് നമ്മൾ ഒരൊറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി ഐഡന്റിഫൈ ദ റിഗ്രഷൻ ലൈൻസ് എന്ന് പറഞ്ഞിട്ട് 2 ഇക്വേഷൻസ് നമുക്ക് തരുന്നുണ്ടായിരിക്കും. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു അസംഷൻ എടുക്കുക എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരാളെ ഈ തന്നിരിക്കുന്ന 2 ഇക്വേഷനിൽ ഒരാളെ നമ്മൾ എക്സ് ഓൺ വൈ ആയിട്ട് എടുക്കുന്നുണ്ടായിരിക്കും, മറ്റേ ആളെ നമ്മൾ വൈ ഓൺ എക്സ് ആയിട്ടായിരിക്കും എടുക്കുന്നുണ്ടായിരിക്കാം. ഞാനിവിടെ ആദ്യത്തെ ആളെ ഞാൻ എക്സ് ഓൺ വൈ ആയിട്ട് എടുക്കുകയാണ്. സോ ഇവിടെ 2x മൈനസ് വൈ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 നമുക്ക് കിട്ടും. ആൻഡ് നെക്സ്റ്റ് നമ്മളുടെ വൈ ഓൺ എക്സ് ആയിട്ട് ഞാൻ എടുക്കുന്നത് നമ്മളെ സെക്കൻഡ് ഇക്വേഷൻ്റെ ആണ്. 3x മൈനസ് 2y പ്ലസ് 7 is equal to 0. സോ ഇവിടെ ഇനി എക്സ് ഓൺ വൈ ആണെങ്കിൽ നമുക്കറിയാം, എക്സ് ഓൺ വൈ ആണെങ്കിൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ടേമിന് എക്സ് ഓൺ വൈ എന്നാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ എക്സിൻ്റെ ടേമിന് ഒരു സ്ഥലത്ത് വെക്കുക, ബാക്കി എല്ലാ ടേംസിനും എന്താണ് മറ്റേ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ 2x ഇസ് ഈക്വൽ ടു മൈനസ് വൈ, അപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ എന്ത് വരും? ആ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താണ്? വൈ എന്ന് വരും. പ്ലസ് 1 എന്തായിരിക്കും? -1 എന്ന് കിട്ടും. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2y മൈനസ് 1/2 എന്നായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ 2നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ എന്തായി? 1/2 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കുക. ഇനി ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, പ്രോപ്പർട്ടീസിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. എക്സ് ഓൺ വൈ ആണെങ്കിൽ വൈയുടെ കോഎഫിഷ്യന്റ്, അതായത് വൈൻ്റെ കൂടെ നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ആരായിരിക്കും? bxy ഇസ് ഈക്വൽ ടു 1/2 എന്നായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. എന്നാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വൈ ഓൺ എക്സ് ആണെങ്കിൽ വൈൻ്റെ ടേമിന് ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് വൈൻ്റെ ടേമിനെയാണ് ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് എന്താകും? പോസിറ്റീവ് 2y ആകും. ആൻഡ് ഇവിടെ ബാക്കി ഇവിടെ തന്നെ നിൽക്കുന്നതാണ് ആരൊക്കെ? 3x ഉണ്ട്, പിന്നെ എന്താണ്? 7 ഉണ്ട്. ഇനി ഞാൻ y ഇസ് ഈക്വൽ ടു എന്ന ടേമിലേക്ക് ആക്കണമെങ്കിൽ 2നെ എന്താക്കണം? റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്ത് വരും? 3/2x പ്ലസ് 7/2 എന്നായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. അങ്ങനെ ആണെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടീസിൽ പഠിച്ചിട്ടുണ്ട്, y ഓൺ എക്സ് ആണെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് അഥവാ എക്സിന്റെ കൂടെ നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അത് നമ്മളുടെ byx ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ് വരുന്നത്? അത് 3/2 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കറക്റ്റ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ ഈ 2 റിഗ്രഷൻ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് bxy ഇൻറ്റു byx ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കണം? 1നെക്കാട്ടും ചെറുതോ അല്ലെങ്കിൽ 1നോട് ഈക്വലോ ആയിട്ടുള്ള ഒരാളായിരിക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം എന്നാണ് പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ വാല്യൂസ് എന്തൊക്കെയാണ്? 2 ആൾക്കാർ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ആണ്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ഇനി 1/2 ആൻഡ് 3/2 ആണ് വരുന്നത്. സോ ഇവിടെ 1/2 ഇൻറ്റു 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 എന്നാണ് എന്ത് അവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഈ 3/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.75 ആണ് അല്ലേ? കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0.75 ആണ്. ആൻഡ് അത് എന്താണ്? 1നെക്കാട്ടും ചെറിയൊരു വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളെ അസംഷൻ എന്താണ്? കറക്റ്റ് ആണ്. Therefore assumption is right. Therefore നമ്മളുടെ അസംഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ ആളാണ് എന്ത്? നമ്മളുടെ എക്സ് ഓൺ വൈ. ആൻഡ് ഈ സെക്കൻഡ് ആളാണ് നമ്മളുടെ വൈ ഓൺ എക്സ്. നമ്മൾ കറക്റ്റ് ആയിട്ട് എന്താക്കിയിട്ടുണ്ട്? റിഗ്രഷൻ ലൈൻസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരാളെന്ന് പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യന്റ് R കാണാൻ വേണ്ടിയിട്ടാണ്. R കാണാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. R ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് bxy ഇൻറ്റു byx ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെ വാല്യൂസ് വരുന്നത് 1/2 ഇൻറ്റു 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 0.75 എന്നാണ് വരുന്നത്. സോ ഇവിടെ നമ്മൾ
0.75ന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് 0.866 എന്നാണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. ആൻഡ് ഇതാണ് നമ്മൾ ആറിന്റെ വാല്യൂ. ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യൻസ് രണ്ടാൾക്കാർ എന്താണ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആറിന്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കാം. ഇനി ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? മീൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. എക്സ് ബാർ വൈ ബാർ ആണ് കണ്ടത്. ഈ എക്സ് ബാർ വൈ ബാർ കാണണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എടുത്തെഴുതാന്നുള്ളത് തന്നെയാണ്. തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? 2x മൈനസ് y പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. അതേപോലെ തന്നെ 3x മൈനസ് 2y പ്ലസ് 7 ഇസ് ഈക്വൽ ടു 0. ഇതിനാദ്യം ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമുക്ക് മാറ്റാം. അതായത് ഈ വാല്യൂസിനെ, കോൺസ്റ്റൻസിനെ റൈറ്റ് സൈഡിൽ വെക്കാം, ബാക്കി എല്ലാവരും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വെക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ 2x മൈനസ് y ഇസ് ഈക്വൽ ടു 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ -1 ആണ് വരുന്നത്. അതേപോലെ തന്നെ 3x മൈനസ് 2y ഇസ് ഈക്വൽ ടു 7 എന്തായിരിക്കും? -7 ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഇനി ഇവിടെ എല്ലാവർക്കും എന്താണ്? ഒരു ബാർ ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും എന്താണ്? ബാർ ഇട്ട് കൊടുക്കുക. ഇപ്പൊ എന്താ? എക്സ് ബാർ വൈ ബാർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് 2 റിഗ്രഷൻ ലൈൻസ് ആണുള്ളതെന്ന് പറയാം. ഈ 2 റിഗ്രഷൻ ലൈൻസും ഇവിടെ കോയിൻസൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ്, ആ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് നമ്മൾ എക്സ് ബാർ വൈ ബാർ ആയിരിക്കും. അപ്പൊ 2 ഇക്വേഷനിലും കോമൺ പോയിന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ബാർ വൈ ബാർ ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ എക്സ് ബാർ വൈ ബാർ എന്ന് കൊടുക്കുന്നത്. ഇനി ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ടേമിനെ സെയിം ആക്കണം. ഇപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3ഉം 2ഉം, ഇവിടെ ആണെങ്കിൽ 2ഉം 1ഉം. അപ്പോൾ ഏറ്റവും ഈസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനെന്താണ്? 1നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും? ഈ ഒരു ടേമിനെ ഞാൻ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഈ ഒരു ടേമിനെ 1നെ കൊണ്ട്. അപ്പോൾ അതേ ഇക്വേഷൻ തന്നെ എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ എന്ത് വരും? ഇവിടെ 2 × 2 4x ബാർ മൈനസ് 2y ബാർ ഇസ് ഈക്വൽ ടു -2. ആൻഡ് ഇവിടെ 3x ബാർ അതേ ഇക്വേഷൻ തന്നെ എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ y-ന്റെ കോഎഫിഷ്യൻസ്, വൈ ബാറിന്റെ കോഎഫിഷ്യൻസ് എന്താണ്? സെയിം ആണ്. ഇനി ഇതിനെ 0 ആക്കാൻ വേണ്ടി പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ? ഇതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. മൈനസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് -2y ബാർ മൈനസ് ഓഫ് -2y ബാർ, അതായത് ഈ മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? പ്ലസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ -2y ബാർ പ്ലസ് 2y ബാർ ആൻസർ എന്തായിരിക്കും? 0 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മൈനസ് ചെയ്ത് കഴിയുമ്പം 4 - 3 എന്ത് വരും? 1 ആണ്. അപ്പോൾ എക്സ് ബാർ എന്ന് കിട്ടും. ആൻഡ് ഈ ഒരു ടേം എന്തായി? 0 ആയി പോയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇവിടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ -2 മൈനസ് ഓഫ് 7 ദാറ്റ് ഇസ് ഈക്വൽ ടു -2 പ്ലസ് 7 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 7 - 2 5 ആണ് വരുന്നുണ്ടായിരിക്കുക. Therefore എക്സ് ബാറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി വൈ ബാറിന്റെ വാല്യൂ കിട്ടാൻ അതും ഈസി ആയിട്ട് തന്നെ കിട്ടും. എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ എടുക്കാം. ഞാനിവിടെ 2x മൈനസ് y പ്ലസ് 1 ഈക്വൽ ടു 0 എന്നുള്ള ആദ്യത്തെ ഇക്വേഷൻ ആണ് എടുക്കുന്നത്. അതിൽ എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ബാറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആണ് എന്ന് നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ y-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ എന്ത് വരും? y ബാർ പോസിറ്റീവ് ആയിരിക്കും. ബാക്കി ഇവിടെ ആരൊക്കെ ഉണ്ട്? 2x ബാറും 1ഉം ഉണ്ട്. 2x ബാർ പ്ലസ് 1 അവിടെ തന്നെ ഉണ്ട്. എക്സ് ബാറിന് എന്താണ്? 5 എന്നുള്ള വാല്യൂ കൊടുക്കുന്നു പ്ലസ് 1. Therefore 5 2s are 10 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു y ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 11 എന്ന് കിട്ടും. Therefore നമ്മളുടെ മീൻ വാല്യൂസ് എക്സ് ബാർ y ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബാറിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട് 5 ആണെന്ന് അറിയാം. Therefore 5, 11 എന്നായിരിക്കും നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഇത് നമ്മളുടെ ഒരു ബി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് y വെൻ x is equal to 2. അപ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, വൈന്റെ വാല്യൂ എന്താണ്? തന്നിട്ടില്ല. ഇവിടെ എക്സിന്റെ വാല്യൂ തന്നു കഴിഞ്ഞാൽ എക്സ് ആണ് അവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കുക. y ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഈ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ y ആണ് ഇവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ. അപ്പോൾ y ഡിപ്പെൻഡന്റും എക്സ് ഇൻഡിപെൻഡന്റ് ആവുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് y ഓൺ എക്സിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആൻഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ y ഓൺ എക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇക്വേഷൻ ആണ് എന്നും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ y ഓൺ എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് 3x മൈനസ് 2y പ്ലസ് 7 ഇസ് ഈക്വൽ ടു 0 ആണ്. ആൻഡ് അതിൽ എക്സിന്റെ വാല്യൂ എന്താണ്? 2 ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സിന് ഞാൻ എന്താണ്? 2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? 3 × 2 മൈനസ്
2y + 7 = 0. അപ്പൊ ഇനി 2y ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാണ്. അപ്പൊ എന്ത് വരും? 2y = 3 × 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ്. 6 + 7 6 + 7 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 13 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ y = 2നെയും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 13 / 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6.5 എന്നായിരിക്കും ആൻസർ ആയിട്ട് കിട്ടുക. അതായത് എക്സിന്റെ വാല്യൂ 2 ആകുന്ന സമയത്ത് വൈന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 6.5 ആയിരിക്കും. ഇത് പല കേസിലും പല ഇക്വേഷൻസിലും നമ്മൾ ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു വാല്യൂ തരും, എന്നിട്ട് മറ്റേ ആളെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ y(x) ആണോ x(y) ആണോ യൂസ് ചെയ്യേണ്ടതെന്ന് ഇതേപോലെ തന്നെ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. സോ റിഗ്രഷൻ ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ഏറെക്കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, എക്സാം ഒക്കെ അടിപൊളിയാക്കുക. ഓൾ ദി ബെസ്റ്റ്.